സ്റ്റാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഈ അടുത്ത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഞങ്ങളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ വടക്കുനാഥന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ആണ് ആ ഷൂട്ടിംഗ് നടന്നത്. ബട്ട് അവിടെ ആ സമയത്ത് ഭയങ്കര ക്രൗഡും കാര്യങ്ങളും, അതുപോലെ ഞങ്ങൾ ചെറുതായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ കാണാനൊന്നും പറ്റിയിരുന്നില്ല. ബട്ട് ഇവിടെ ആണെങ്കിൽ പുറത്തുനിന്ന് ആരും അലൗഡ് ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുള്ളും നന്നായിട്ട് തന്നെ കാണാൻ പറ്റി. ഇതുപോലെ തന്നെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ ഒരു ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന മൂവിയിൽ മമ്മൂട്ടിയുടെ ഒരു സീന് ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. ബട്ട് അതിന് പോലും ഒരു 3-4 വണ്ടികൾ മാത്രമേ ക്രൂ മെമ്പേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇതിനാണെങ്കിൽ ഒരു 10-40-50 വണ്ടികളും ക്രൂ മെമ്പേഴ്സിൻ്റെ മാത്രമായിട്ടുണ്ടായിരുന്നു. പിന്നെ കാരവൻ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അവിടെ അവർ സെറ്റായി നിന്നത്. ഒരു ഫുൾ ഡേ തന്നെ ഞങ്ങൾക്ക് അവിടെ സെറ്റിലുണ്ടാവാൻ പറ്റി. ഒരു നിയർലി ഒരു 10 hours ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സായിട്ട്, അതുപോലെ തന്നെ ഈ ഫിലിമിൻ്റെ ഡയറക്ടർ തന്നെയാണ് ഫിലിം സ്റ്റാർ. അപ്പോൾ ആളുടെ ഫാമിലിയായിട്ടും ആളുമായിട്ടും ഒക്കെ ഞങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മാനേജർ, കോസ്റ്റ്യൂമിത്തെ ഒരു ചേച്ചിയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഈ സെറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റണ്ടിൻ്റെ സെറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ ഫുള്ള് സ്റ്റണ്ട് മാത്രമായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓരോ ഷോട്ട് എടുക്കാൻ തന്നെ ഒരു 4 to 5 ടേക്കെങ്കിലും അവർ പോയിരുന്നു. അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു സ്റ്റണ്ടിൻ്റെ ഒരു ബൈറ്റ് പോലും അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. 100ഓളം പുതിയ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടാണ് ഈ മൂവി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ അവിടെ ഫുള്ളും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ നർമ്മം കലർത്തിയ ചോദ്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ. അതിലൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ വലിക്കുന്ന ഷോട്ടായിരുന്നു, സിഗരറ്റ് വലിക്കുന്ന ഷോട്ട്. അപ്പോൾ നമ്മുടെ വില്ലന് സിഗരറ്റ് വലിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡയറക്ടർ അവിടെ നിന്ന് മൈക്കിൽ കൂടിയാണ് വിളിച്ച് പറയുന്നത് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റും. അതിൽ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഐസ് ഫ്രൂട്ട് തിന്നുന്ന പോലെയാണ് അവിടെ സിഗരറ്റ് വലിക്കണമെന്ന് വെച്ചാൽ ഫുൾ ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. അത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുമ്പോൾ അവിടെയുള്ളവർക്ക് എക്സ്ട്രാ ഫുഡ് ക്രൂ മെമ്പേഴ്സൊക്കെ കരുതാറുണ്ട്. ഒരു 10-30 ആൾക്കാർക്കുള്ള ഫുഡ് അവർ എക്സ്ട്രാ കരുതാറുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ കോഫി ടൈമിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡിന്നർ ടൈമിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ മാനേജറാണ് നമുക്ക് കോഫിയുടെ ടൈമിൽ കോഫിയും അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സും അതുപോലെ പീനട്ട് ചോക്ലേറ്റും ഒക്കെ നമുക്ക് എടുത്ത് തന്നു. പിന്നെ ഡിന്നർ ടൈമിലായപ്പോൾ നമ്മളെ കുറേ നിർബന്ധിച്ചു, ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചു. അപ്പോൾ നമ്മൾ ഡിന്നർ അവിടെ തന്നെയാണ് കഴിച്ചത്. ചിക്കൻ കറി, ചപ്പാത്തി, അങ്ങനെ ഫുള്ള് വെറൈറ്റി ഫുഡുകൾ, വെറൈറ്റി മീൻസ് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. കഞ്ഞി ഉണ്ടായിരുന്നു, ചമ്മന്തി, അങ്ങനെ ഫുള്ള് ഫുഡൊക്കെ ആയിരുന്നു. സെറ്റിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ അലൗഡ് ആയിരുന്നില്ല. അവർ നമ്മളോട് വന്ന് പറഞ്ഞിരുന്നു വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ഒന്നും അധികം എടുത്തിട്ടില്ല. നമുക്ക് ഫിലിം സ്റ്റാറായിട്ട് നേരത്തെ സംസാരിക്കാൻ പറ്റിയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്നാപ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ട്വിൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ട്വിൻസ് ആണല്ലേ എന്ന്. ആൾക്കും ട്വിൻസ് ആണെന്ന് പറഞ്ഞിരുന്നു. ആളുടെ 2 ട്വിൻസിനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടിരുന്നു. സെറ്റിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളൊരു നൈറ്റ് 11:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ബട്ട് ഷൂട്ടിംഗ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. മോർണിംഗ് ഒരു 5 o'clock വരെ അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മൂവിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഒരു 3 months ആണ്. അപ്പോൾ ഡിസംബറോട് കൂടി നമുക്ക് റിലീസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മൂവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളെ സെറ്റിലേക്ക് അലൗ ചെയ്ത ക്രൂ മെമ്പേഴ്സിന് ഒരുപാട് താങ്ക് യു. അതുപോലെ തന്നെ ആർക്കെങ്കിലും സിനിമ മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സെറ്റിൽ വെച്ച് കിട്ടിയ നമ്മളുടെ 2-3 ബിറ്റ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ മൂവിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തത് ഞങ്ങൾ ഒരു 50th വീഡിയോ ആണ്. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 50th വീഡിയോ ആണ് അടുത്തിടാൻ പോകുന്ന വീഡിയോ. അത് ഞങ്ങൾ മുന്നൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വാല്യുബിൾ പ്രൈസിനെ കുറിച്ച്. അതായിരിക്കും അടുത്തൊരു വീഡിയോ. അത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.